വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം പുതുപ്പള്ളി യൂണിറ്റ് സമ്മേളനം നടത്തി. മെറിറ്റ് അവാർഡ് വിതരണം, ആദരവ്, പ്രിവിലേജ് കാർഡ് വിതരണം എന്നിവയും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുപ്പള്ളി യൂണിറ്റ് സമ്മേളനമാണ് നടത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നയനാരത് വായിച്ചിട്ട് പറഞ്ഞു, രാജ്യത്തെ മുതലാളിമാരെ സംരക്ഷിക്കാനുള്ള സർക്കാരല്ല ഇത് പാവപ്പെട്ടവന്റെ സർക്കാരാണ്. അതുകൊണ്ട് ഇത്തരം ആവശ്യമായി ഇവിടെ വരരുതെന്ന് പറഞ്ഞ CM ജോർജിനെ അപമാനിച്ചിറക്കി വിട്ടു. അന്ന് എത്രയാണ് പരമാവധി ബാധ്യത? 1964 സാധനങ്ങളുടെ വില കുറവാണ്, ടാക്സ് കുറവാണ്, വിൽപ്പന കുറവാണ്. നമ്മൾ അന്നത്തെ ഏറ്റവും വലിയ കച്ചവടം കായംകുളം തെച്ചു വയസ്സ് എന്നൊക്കെ പറയും. 1964 അവിടെ പോലും 1000 രൂപ വിൽക്കുക എന്ന് വെച്ചാൽ വലിയ കച്ചവടമാണ്. അന്നത്തെ പരമാവധി സെയിൽ ടാക്സ് കുറിച്ച് 50,000 അത് 1981 വന്നപ്പോഴേക്കും അത് 5-6 ലക്ഷം രൂപയായി വർദ്ധിച്ചു. പിഴയും പിഴപ്പലിശയും. ധനേഷ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. SSLC+2 മെറിറ്റ് അവാർഡ് വിതരണം, വ്യാപാരികളായ ജനപ്രതിനിധികൾക്ക് ആദരവ്, വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച് നാടിന് അഭിമാനമായവർക്കുള്ള ആദരവ് എന്നിവയും നടത്തി. സ്വകാര്യ കണ്ണാശുപത്രിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് വ്യാപാരികൾക്കായി നൽകുന്ന പ്രിവിലേജ് കാർഡിന്റെ വിതരണം ജില്ലാ വൈസ് പ്രസിഡന്റ് AA ഷെരീഫ് നിർവഹിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മെഡിക്കൽ ക്യാമ്പും നടത്തി. പ്രസിഡന്റായി ധനേഷ് കൃഷ്ണ, ജനറൽ സെക്രട്ടറിയായി ഷാജി K, ട്രഷററായി ബിനീഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. P സോമരാജൻ, രനീഷ്, ഡോക്ടർ ആരിഫ് മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളിക്കര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.